നമസ്കാരം. പ്രശസ്തരുടെ ജീവിതത്തിലെ വിസ്മയകരമായ സംഭവകഥകൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടൻ്റെ ജീവിതത്തിലെ ഒരു കഥയാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യസമരം നയിച്ച് ആദ്യ പ്രസിഡൻ്റായി മാറിയ ആളാണ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കക്കാർ അദ്ദേഹത്തെ അമേരിക്കയുടെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ജോർജ് വാഷിങ്ടൺ. സൈനിക പ്രവർത്തനങ്ങൾ പരിശോധിച്ച് സഞ്ചരിക്കുന്നതിനിടയിൽ 6 പട്ടാളക്കാർ ഭാരം കൂടിയ ഒരു ഇരുമ്പ് ബീം ഉയർത്താൻ ബുദ്ധിമുട്ടുന്നത് വാഷിങ്ടൺ കണ്ടു. അവരുടെ ക്യാപ്റ്റൻ അടുത്തുനിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ ഈ 6 പട്ടാളക്കാർക്ക് നൽകുന്നു. അദ്ദേഹം അവരുടെ അടുത്തേക്ക് കുതിരയെ പായിച്ചു. എന്നിട്ട് ക്യാപ്റ്റനോടായിട്ട് ജോർജ് വാഷിങ്ടൺ പറഞ്ഞു, ആ ബീം ഉയർത്താൻ ആ പട്ടാളക്കാർ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ കണ്ടില്ലേ, താങ്കൾക്ക് അവരെ സഹായിച്ചുകൂടെ എന്ന് സ്നേഹത്തോടെ ചോദിച്ചു. ക്യാപ്റ്റൻ അപ്പോൾ ജോർജ് വാഷിങ്ടനാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലായില്ല. ആ ക്യാപ്റ്റൻ പറഞ്ഞു, ഏൽപ്പിച്ച ജോലി ചെയ്യുക എന്നത് അവരുടെ കർത്തവ്യമാണ്, അവരെ അത് ഏൽപ്പിക്കുക എന്നതു മാത്രമാണ് ക്യാപ്റ്റനായ എൻ്റെ ജോലി. ജോർജ് വാഷിങ്ടൺ ഒരക്ഷരം മിണ്ടാതെ കുതിരപ്പുറത്തു നിന്നിറങ്ങി പട്ടാളക്കാരോടൊപ്പം ആ ഇരുമ്പ് ഭീം ഉയർത്താൻ അവരെ സഹായിച്ചു. എന്നിട്ട് ജോർജ് വാഷിങ്ടൺ ക്യാപ്റ്റനോട് പറഞ്ഞു, താങ്കൾക്ക് എപ്പോഴെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ താങ്കളുടെ കമാൻഡർ ഇൻ ചീഫിനെ ആളയക്കാൻ മടിക്കരുത്. കൂടെയുള്ളവരെ സഹായിക്കേണ്ടത് സ്വന്തം കടമയാണെന്ന് ഞാൻ കരുതുന്നു. ക്യാപ്റ്റൻ അമ്പരന്നു നിൽക്കെ ജോർജ് വാഷിങ്ടൺ കുതിരപ്പുറത്ത് കയറി അതിവേഗം ഓടിച്ചുപോയി. ഇത് ജോർജ് വാഷിങ്ടൻ്റെ ജീവിതത്തിലെ ഒരു അസാധാരണമായ സംഭവമാണ്. ജോർജ് വാഷിങ്ടനെ പറ്റി പറയുമ്പോൾ യുദ്ധത്തിലും സമാധാനത്തിലും ഒന്നാമൻ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടനെയാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിനായുള്ള യുദ്ധം നയിച്ചത് ജോർജ് വാഷിങ്ടനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ യുദ്ധത്തിൻ്റെയും സമാധാനത്തിലും ഒന്നാമൻ എന്ന് അമേരിക്കക്കാർ വാഴ്ത്തിപ്പാടാൻ കാരണം. ഈ സംഭവകഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.